തേൻകണിക്കേക്കച്ച നിന്നെ ജനങ്ങൾ തോൽപ്പിച്ചിരിക്കും. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നാണം കെടുത്തി പറഞ്ഞുവിട്ട അഭിസാരികയെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തെ അപകീർത്തിപ്പെടുത്തി പുറത്താക്കിയ, ശശി തരൂരിനെ ഒതുക്കി ഇല്ലാതാക്കിയ, ഷാഫിയെ വടകരയിലേക്ക് മാറ്റി MP ആക്കി കേന്ദ്രത്തിലേക്ക് വിട്ട് തന്റെ ഭീഷണി ഒഴിവാക്കിയ, നിരവധി യുവനേതാക്കളുടെ ഭാവി ഇല്ലാതാക്കിയ, 2016 ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കിയ, സരിതയെ ഇറക്കി 2016 ഭരണം നഷ്ടപ്പെടുത്തിയ, 2021 AICC കൊടുത്തുവിട്ട ആ 30 കോടി രൂപ അടിച്ചു മാറ്റിയ, താരകേശ്വരന്റെ ഭാര്യയെ ഓഫീസിൽ കൊണ്ട് പ്രാപിച്ച, അവളുടെ തെറിവിളി കേട്ട, എന്നിട്ട് ന്യായം പറഞ്ഞ, പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ ജട്ടി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത കേക്കച്ചൻ എന്ന ആ മഹാമാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാൻ, അവന്റെ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കുവാനുള്ള ജനകീയ പ്രക്ഷോഭമായ മിഷൻ 250യുടെ ആദ്യ ദിനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കേട്ടാലും, പ്രതികരണം ഇതുപോലെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന 9746114444 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കുറച്ചു ദിവസം സാറിനെ വിളിച്ചായിരുന്നു. നമുക്ക് ഈ കേക്കച്ചനെ കണ്ട് തെറി വിളിക്കാനായിട്ട് എന്തെങ്കിലും അവസരം ഉണ്ടോ? ഈ കേക്കച്ചനെ കണ്ട് തെറി വിളിക്കാനായിട്ട് എന്തെങ്കിലും അവസരം ഉണ്ടോ? അവിടെ ഫോണിൽ നേരിട്ട് വിളിച്ചങ്ങ് വിളി. എന്റെ പുള്ളിയുടെ നമ്പർ ഡയറക്റ്റ് ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞേനെ. ഞാനും ഒരു കോൺഗ്രസ്സുകാരനാണ്, ഞാനിപ്പം കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. പറയാനുള്ളത് പറഞ്ഞു, നമ്മൾ കൊടുത്തേക്കാവന്. എന്റെ വീട് തിരുവല്ലയായിരുന്നു. ഞാൻ പല യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്ന ടീമാണ്. ഇവൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇവന്റെ തലയ്ക്ക് മേലിൽ ആരും വളരില്ല. അതിനല്ലേ ഷാഫി പറമ്പിനെ പിടിച്ച് പാലക്കാട്ട് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് വടകരെ കൊണ്ടിട്ടത്. കേരളത്തിൽ നിന്ന് ഓടിച്ചു. കേരളത്തിൽ നല്ല പിള്ളേർ വളരാൻ ഇവൻ സമയം കൊടുക്കത്തില്ല. അതാണ് ഇവൻ ചെയ്യുന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ആ പാമ്പ് പിടിച്ച ചെറുക്കൻ എന്തോ തെറ്റ് ചെയ്തിട്ട് ആ ചെറുക്കനെ പിടിച്ച് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നു. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത്? ഇവൻ പെണ്ണ് പിടിക്കുന്നതിന്റെ പകുതി അവൻ പിടിച്ചിട്ടുണ്ടോ? പെണ്ണ് പിടിക്കുന്ന ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ, ഇവൻ പെണ്ണ് പിടിച്ചിട്ടില്ലേ? ഇവൻ പെണ്ണ് പിടിക്കാത്ത മാന്യനൊന്നും അല്ലല്ലോ. നല്ല ആൾക്കാരെ കേരളത്തിൽ ഇവൻ വാഴിക്കത്തില്ല. അതാണ് ഷാഫി പറമ്പിലിനെ ഓടിച്ച്, രാഹുലിനെ ഓടിച്ച്, ഇപ്പൊ അമീൻ വർഗീയ എന്താ, അവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് അവനെ യൂത്ത് കോൺഗ്രസിന്റെ സാധനം കൊടുക്കത്തില്ലേ? അവനെ ഒതുക്കിയില്ലേ? അവനെയും പറഞ്ഞ് ഡൽഹിക്ക് വിട്ട്. പുള്ളി വല്ല അമേരിക്കയ്ക്ക് വല്ലതും പറഞ്ഞു വിടാൻ വേക്കൻസി ഉണ്ടായിരുന്ന പുള്ളി അവനെ അമേരിക്കയ്ക്ക് പറഞ്ഞു വിട്ടേനെ. കെ സുധാകരനെ ഒതുക്കിയിട്ടില്ലേ? വേണമെന്ന് പറഞ്ഞു. കെ സുധാകരൻ നല്ലൊരു നേതാവല്ലായിരുന്നു. കേരളത്തിലെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി കെ സുധാകരൻ അല്ലെന്നുണ്ടെ കെ മുരളീധരൻ. ഇവർക്കാണോ സാധ്യതയുള്ളത്? ഇവർക്ക് ആർക്കും കൊടുക്കാതെ ഈ VD സതീശനെ വെറും മുറിവീടിയാണ് ഇത്. പിണറായി എന്ന പൈസയും മേടിച്ചിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കില്ലേ ഇവൻ കേരളത്തിൽ കാണിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കി. അതായത് ഈ സമയത്ത് പാളയത്തിൽ പടാ എന്ന് പറഞ്ഞ അതായത് ഈ സ്വർണ്ണക്കൊള്ള വിവാദം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ ലഘൂകരിച്ച് ഇപ്പൊ ഈ പാർട്ടിക്കകത്ത് യുവന്മാര് യാതൊരു ആവശ്യമില്ലാതെ രാഹുലിനെ എടുത്ത് ആരോപണം ഉന്നയിച്ച് മാറ്റി, എന്നിട്ട് പുതിയ അധ്യക്ഷനെ എടുക്കുന്ന പേരിൽ തെറിവിളി അടിപൊളിയും ബഹളവുമായിട്ട് നടക്കുന്നു. പിന്നെ രാഹുലിനെ മാറ്റി നിർത്തിയേക്കുന്നതിന്റെ പേരിൽ മറ്റുള്ളവർ അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ പാർട്ടിക്ക് പ്രതിസന്ധി യുവന്മാരായിട്ട് ഉണ്ടാക്കുന്നതല്ലേ? അല്ല, ഇവൻ ഈ നശിപ്പിച്ച് നാരായണക്കല്ലെടുത്ത് കോൺഗ്രസിനെ നശിപ്പിച്ച് നാരായണക്കല്ലെടുത്തിട്ട് ഇവൻ പോത്തുള്ളൂ. ഇപ്പൊ ഈ നമ്മുടെ KC വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അവൻ പറയുന്നതല്ലാതെ രാഹുൽ ഗാന്ധി ഒന്നും കേൾക്കത്തില്ല. രാഹുൽ ഗാന്ധിക്ക് ഇച്ചിരിയെങ്കിലും നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ആരെങ്കിലും മാറ്റുമോ? അല്ല, ഇപ്പൊ നമ്മൾ കുറച്ച് എപ്പിസോഡ് കണ്ടില്ലേ? ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ ബന്ദിയാണ്. ഈ കർണാടകത്തിലെ ഈ തീവട്ടികളാണ്. ഇവിടെ ഹൈക്കമാൻഡും ഇല്ല, ലോ കമാൻഡും ഇല്ല. കർണാടകത്തിലെ ഈ തീവട്ടികളുടെ അടിമയാണ് ഇപ്പം രാഹുല്. ചെലവിന് ഇവന്മാരാ പൈസ കൊടുക്കുന്നേ. ചെലവിന് വേണം ഇവന്മാരുടെ കൈ മുന്നിൽ കൈ നീട്ടണം. അത്ര ഗതികേടിലാണ്. അല്ല, ഇവന്മാര് ചെലവിന് മേടിച്ച് കേരളം ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും വേണ്ട. ചുമ്മാ ചിഹ്നത്തിൽ പോയി നിന്നിരുന്ന ഈ 130 സീറ്റും മേടിച്ച് അധികാരത്തിൽ വരേണ്ട ഒരു പാർട്ടിയാണിത്. ഇത് പിണറായിയുടെ ഇന്ന് പൈസ മേടിച്ചിട്ട് ഇവൻ കടന്ന് കളിക്കുന്ന ഇവന്റെ തലയടിച്ച് പൊളിക്കണം ഈ നായിന്റെ മോന്റെ.
ഈ നായിന്റെ മോനെ പുറത്താകണം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ തലയടിച്ച് പറിക്കണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ലോ. അതല്ലേ ഏറ്റവും വലിയ ഇത്. അല്ല, കോൺഗ്രസ്സുകാർക്ക് 90% ആൾക്കാർക്ക് അറിയാം ഈ തലപ്പത്തിരിക്കുന്ന ഇതുപോലെ കുറെ നായ്ക്കളല്ലേ ഇരിക്കുന്നത്. കത്ത് തിന്നാൻ വേണ്ടി ഇരിക്കുന്ന കുറെ നായ്ക്കളല്ലേ ഇവന്മാര്. ഇവന്മാരെ അടിച്ചിട്ടുണ്ടല്ലോ, ചാണകവെള്ളം ഒഴിച്ച മുഖത്തോട് ഓടിക്കണം ഈ നായ്ക്കളെ. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നോർത്തക്കെ രാഹുലാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം ഈ പിണറായിയുടെ തീവട്ടിക്കൊള്ളക്കെതിരെ ഇപ്പൊ എന്തോ ആയിരിക്കും അവസ്ഥ? ഇന്നത്തെ അവസ്ഥ എന്താ? കേരളത്തിൽ നിന്ന് ശക്തമായ സമരങ്ങൾ നടക്കേണ്ട സമയങ്ങളല്ലേ. ഇവൻ എന്തെങ്കിലും ഷാഫി പറമ്പനെ അടിച്ചിട്ട് ഇവൻ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ഇവന് പ്രതിപക്ഷ നേതാവാണോ? ഇവൻ ചുമ്മാ അത് പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് തിന്നുന്ന നായിന്റെ മോൻ. അങ്ങനെ തന്നെ പറയണം. ഇവൻ വെറും നായിന്റെ മോനാണ്. VD സതീശൻ തന്തയ്ക്ക് പറക്കാത്തവൻ. ഇവനെ അടിച്ചവന്റെ പല്ല് പറിക്കണം. അതാണ് ഇവനെ ചെയ്യേണ്ടത്. ഇവൻ പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞിട്ട് ഉള്ള ബിനാമി പണം എല്ലാം ദുബായി കൊണ്ടുപോയിട്ട് ബിനാമി ബിസിനസ് ചെയ്യുക ഇവന്മാര്. ഇവനെയൊന്നും അടിക്കാൻ ആരും നട്ടലുള്ള പിള്ളേരെ എല്ലാം ഇവന്മാരെ ഡൽഹിക്കും അമേരിക്കയ്ക്കും പറഞ്ഞു വിടുക. ഇവന് ഈ KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നവൻ എങ്ങനെയുണ്ട്? അവൻ വെറും മണ്ണുണ്ണി കപ്പിയാര് പണി ചെയ്ത് നടക്കുന്നവൻ. അവൻ പോയിട്ട് വല്ല മധുവായി പോയിട്ട് രൂപക്കുറ്റി വീശാൻ പറയും. ഇവനെ എന്തിനാ KPCC പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നത്? ഇവനെ എന്തിനെങ്കിലും 10 പൈസയ്ക്ക് കൊള്ളുവോ? ഞായറാഴ്ച ദിവസം പോയി അരമനെ പോയിരിക്കാൻ പറയും. ഇവനെ എന്തിനു വെച്ചിരിക്കുന്നത് ഈ നായിന്റെ മോനെ? അവന് അതിനെക്കാട്ടും കള്ളൻ. അതിനൊക്കെ വല്ല ആമ്പിളാർക്ക് സ്ഥാനം കൊടുത്തായിരുന്നത് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ നടന്നതിന്? ഇന്ന് കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും നേരെ റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ? പാർട്ടിക്കാരെ പേടിച്ചും ആൾക്കാരെ കാണുമ്പോൾ മുങ്ങി നടക്കണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ. നമ്മളൊക്കെ കോൺഗ്രസിൽ കിടന്ന് വർക്ക് ചെയ്ത അടിയും പിടിയും ഒക്കെ കൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഇവന്റെ ഈ തെണ്ടിത്തരം കാണുമ്പോഴേ ഈ വെറും തന്തയ്ക്ക് പറക്കാത്ത പരിപാടി ഇവൻ കാണിക്കുന്നത്. ഇവൻ എവിടുത്തെയല്ല. എന്റെ പേര് തോമസ് പറയുന്നത്. ഞാൻ തിരുവല്ലക്കാരനാണ്. ഈ കണസതീശൻ മുന്നിൽ നിന്ന് ഈ ഇത്തവണ കോൺഗ്രസ് രക്ഷപ്പെടുവോ? ഒരു കാരണത്താലും രസം. ഈ പറയുന്ന എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് 155 വോട്ടുണ്ട്. എന്റെ ഫാമിലി തന്നെ ഉണ്ട്. ഒരു മനുഷ്യൻ പോലും ചെയ്യത്തില്ല. ഒരു മനുഷ്യൻ പോലും ഇതിന് ചെയ്യത്തില്ല. 155 വോട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഒരെണ്ണം പോലും കിട്ടത്തില്ല കോൺഗ്രസിന് ഈ വട്ടം. ആരെങ്കിലും കൊണ്ടുപോട്ടെ. ഇതിനെക്കാട്ടും നല്ല CPM-കാർ തന്നെ ഇരിക്കുന്നു. ഇവനൊക്കെ കടന്ന് മേടിക്കട്ടെ. അല്ലെങ്കിൽ BJP-ക്കാർ കൊണ്ടുപോട്ടെന്നേ. അതല്ലേ നല്ലത്. ഇവന്മാര് കാണിക്കുന്ന ഈ തന്തയ്ക്ക് വർക്കാരിക്കും പാവം പിടിച്ച നാട്ടിലെ ജനങ്ങളല്ലേ ഈ കടന്ന് അനുഭവിക്കുന്നത്. ഇവനെന്താ കുഴപ്പം? ഇവന് ചോദിക്കുന്നതിന് പിണറായി കോടികളല്ലേ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. വേറെ ആരെങ്കിലും ജനങ്ങൾ അറിയുന്നുണ്ടോ ഇത്? എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് വലിയ നല്ല ഉടയാത്ത കവർ ഇട്ടുകൊണ്ട് വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ കാണുന്ന ഷോ കാണിക്കും. ഇപ്പം ബോംബ് എന്തോ ബോംബാ ഇവൻ പൊട്ടിക്കുന്നത്? അതിന്റെ മുമ്മാടെ ബോംബോ? ഇതല്ലേ ഇവൻ കാണിക്കുന്നത്. ഇവനെ ആ സത്യം പറഞ്ഞാൽ ഇവനെ നിലവിലങ്ങനെ എന്റെ കൈക്ക് എത്തി കഴിഞ്ഞാൽ ഇവനെ മുഖത്ത് നോക്കി തായോളി നല്ല വേറി പറയുന്നു. കേട്ട നായിന്റെ മോൻ. ഇതിന് രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. മേളിൽ ആരും മിണ്ടുന്നില്ല. എല്ലാരും അടിമ കുഞ്ഞുങ്ങളെ പോലിരിക്കുവാണോ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാറുമ്പോ കർണാടകയിൽ നിന്ന് ഒരു പട വരുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. ഇവിടെ ഉള്ളവന്മാരെ എല്ലാം ഇതാ കർണാടകത്തിൽ നിന്ന് വരുന്ന എല്ലാം ഇവന്മാരുടെ ബിനാമികളല്ലേ. ഇപ്പം കർണാടകത്തിലെ ബിനാമികളല്ലേ ഇവന്മാരുടെ KC വേണുഗോപാലും ഈ സതീശനും ഒക്കെ അല്ലേ ഇവരുടെ ബിനാമി ടീമുകളല്ലേ. ഇവിടെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇന്ന് ഈ നശിക്കാനൊന്നുമില്ല. മൊത്തം നശിച്ച് നല്ല ആൾക്കാരെ മൊത്തം ഇവന്മാർ ഒതുക്കി ഒരു സൈഡിൽ കൊണ്ട് വെക്കുകയാണ്. ഇപ്പൊ ഓക്കെ രാഹുൽ മാങ്കോട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റെങ്കിൽ അടുത്ത കഴിവുള്ള വ്യക്തി ആരാളുള്ള അഭിമാർക്കിയല്ലേ? അവന് കൊടുക്കണ്ടേ? അവന് കൊടുക്കാതെ ഒന്നും അറിയാൻ വയ്യാത്തൊരു പൊട്ടനെ പിടിച്ചെടുത്ത് ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയാൽ എന്തോ സാധിക്കാനാ? 4 എണ്ണത്തിനെ വെച്ചേക്കുന്നത്. ഇവന്മാരെ രാഹുലിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? രാഹുലിന്റെ രോഗത്തിന്റെ വരെയുണ്ട് ഈ VD സതീശനോ അല്ലെ ഇപ്പം വന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ലെവലിന്. രാഹുൽ എന്ന് പറഞ്ഞാൽ കൊച്ചി ഇറക്കനല്ലേ. നമുക്കൊക്കെ 40-42 വയസ്സുള്ള ആൾക്കാരാണ്. എന്നാലും അവനവന്റെ കഴിവിനെ നമ്മൾ മാനിക്കണ്ടേ?
ഈ ചത്ത് കടന്ന കോൺഗ്രസിനെ ഒരു ഇച്ചിരി ജീവൻ കേരളത്തിൽ വീഴിപ്പിച്ച ആരാന്ന്? സുധാകരനും രാഹുൽ മാങ്കുട്ടും ഷാഫി പറമ്പും കൂടെ അല്ലേ? വേറെ ആരെങ്കിലും അതായത് ഈ ഉപതെരഞ്ഞെടുപ്പെല്ലാം വിജയത്തിലേക്ക് നയിച്ച ആ KCA ആണ് ഇവന്മാരെടുത്ത് നമ്മുടെ K സുധാകരനെയാണ് എടുത്ത് എന്താ പറഞ്ഞ അപമാനിച്ചിറക്കി വിട്ടത്. അല്ല, അതാന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് നമ്മുടെ നിലമ്പൂര് ഒരു MLA ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ പേരും മറന്നുപോയി, അൻവറിനെ തന്നെ കോൺഗ്രസിലോട്ട് വന്നപ്പം ഇത് BD സതീശനും പിണറായി വിജയനും കൂടെയുള്ള ഒരു കളിയാണ്. അവനെ ഇങ്ങോട്ട് എടുക്കാതിരുന്നതും അവളെ ഈ നാടകം കളിച്ചതും എല്ലാം ഇവരുടെ നാടകം കളിയാ. പറഞ്ഞ മനസ്സിലായോ? ഇവരുടെ ഒരു മുടിഞ്ഞ നാടകം ഈ കടന്ന് കളിച്ചത്. ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കുമെന്ന് ഇവന്മാർ ചിന്തിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ബുദ്ധിയില്ല. ഈ സതീശനും പിണറായും പറയുന്ന എല്ലാം അങ്ങ് കേൾക്കുന്നൊരു രീതിയാണ്. ഇവന്റെയൊക്കെ തലക്കടിച്ച് ഓടിക്കേണ്ട സമയം കഴിഞ്ഞ എന്റെ പൊന്നു സാറേ. ഇപ്പൊ സത്യം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആരാണ്? സാറാണോ? ഇവിടെ പ്രതിപക്ഷമില്ല ഇപ്പം. ഇവൻ പിണറായിയുടെ ഇല നക്കിക്കൊണ്ട് പിണറായിയുടെ ചെറിയ നക്കി ഇലയും നക്കി നിൽക്കുന്ന ഒരുത്തൻ ഇവിടെ പ്രതിപക്ഷം എവിടെ? അതാണ് ഇവിടെ പ്രതിപക്ഷം എവിടെയാ ഉള്ളത്? പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ ഞാൻ കാണുന്നത് സുനിൽ സാറിനെയാ കാണുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. ഈ ആരെയും ഇവിടെ ഉള്ളത്? ഒരു കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇതാണ്. നമ്മളൊക്കെ ഈ കോൺഗ്രസിനകത്ത് കിടന്ന് അടിയും പിടിയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടിട്ടുള്ള വ്യക്തികളാ. പിന്നെ ജീവിക്കാൻ മാർഗമില്ലാതെ തെണ്ടി തിരിഞ്ഞ് ഗൾഫിൽ പോയി, അത് വേറെ. ഇപ്പോഴും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും പൈസ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഓരോ വിരുവിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ വിരുവിനും ചോദിക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പിണറായിയുടെ കോടികൾ മേടിച്ച് അവന്റെ ബിനാമിയുടെ പേര് ഇട്ട് കളിക്കുക. എന്നിട്ട് നാട്ടിൽ ഓരോ ബക്കറ്റ് വിരിവും കൊണ്ട് നാറി ഇറങ്ങിയിരിക്കുന്നു. ഈ ബക്കറ്റും കൊണ്ട് വരുന്നവന്റെ തലക്കടിക്കണം. അതാ ചെയ്യേണ്ടത്. തലക്കടിച്ച് ഓടിക്കണം ഇവനെയൊക്കെ. എന്നാ ചെയ്യാൻ പറ്റും? ഇത് ഈ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയും ഒരു ഇതിനെക്കുറിച്ച് ഒരു അറിയിക്കാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ പുള്ളിക്ക് അതൊന്നും അറിയണ്ട. പുള്ളിക്ക് ഇത് താല്പര്യമില്ല. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര ഗതികേടിലാണ്. പുള്ളിയെ ഒതുക്കി അടിമയാക്കി വെച്ചിരിക്കുമെന്ന് തോന്നുന്നു. പിന്നല്ലാതെ ബന്ദികളാണ് ബന്ദികൾ. ഇതൊരു മര്യാദ ഇല്ലാത്ത രീതിയിൽ ഇപ്പോഴും 10, 85, 90 വയസ്സുള്ള ഒരു കോൺഗ്രസ് ഈ വട്ടം അധികാരത്തിൽ വന്ന് കണ്ടിട്ട് ഒന്ന് കണ്ണടയണമെന്ന് പറഞ്ഞ് എത്ര ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാവോ? എത്ര ആയിരക്കണക്കിന് ആൾക്കാർ 10, 90 വയസ്സുള്ളവർ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നുകൊണ്ട് കണ്ടിട്ട് കണ്ണടയണമെന്ന് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ മുതുകാലം കടന്ന് കളിക്കുന്നത്, ഈ നായിന്റെ മോൻ കടന്ന് നശിപ്പിക്കുന്നത്. ഇവിടെ ഇവനെ തലയ്ക്ക് വേണ്ടി അടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവനെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഇവനെ അടിക്കണം. ആ സുധാകരന്റെ അനക്കം വല്ലതും ഉണ്ട്. ആ പാവം പിടിച്ച ആ മനുഷ്യനെ ഒതുക്കി. ഇന്ന് കേരളത്തിൽ ആരാണ് ഈ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടത്? അങ്ങനെ ഡൽഹിക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ കള്ളം വന്നിട്ട് ഇവിടെ കയറിയിരിക്കുക. അങ്ങാരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവെന്ന് പറയുന്ന മനുഷ്യൻ സുധാകരനാണ്. അത് ഞാനെ തട്ടി ഒതുക്കി ഓടിച്ചു വിട്ടിട്ട് ഈ നായ വന്ന് ഇവിടെ വന്നിരിക്കുവന്നു. ഇതൊക്കെ ആര് പ്രതികരിക്കാനായിട്ട് ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ആരെങ്കിലും 10 പേരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഇതിനു മുന്നേ ആരെങ്കിലും എന്തെങ്കിലും ഇത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഷാഫിയെ അടിച്ച് അവന്റെ മൂക്കാമ്പത്തെ കുടിച്ചിട്ടിട്ട് ഇവന് ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ? ഇവൻ മിണ്ടാതെ കള്ളനെ പോലെ ഇരിക്കുവല്ലേ. അതും പിണറായിയുടെ ഇന്ന് പൈസ മേടിച്ച് കാണും. കണ്ടോ ദുബൈക്ക് മുങ്ങി കണ്ടോ അന്ന് രാത്രി തന്നെ? അത് മുങ്ങിയത് അവൻ മനഃപൂർവ്വം മുങ്ങിയതല്ലേ. ഇതൊക്കെ ഇവിടെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടല്ലേ മുങ്ങുന്നത്. എല്ലാ പരിപാടി ആസൂത്രണം ചെയ്ത് വെച്ചിട്ട് പുള്ളി മുങ്ങും. എല്ലാം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. പറഞ്ഞ മനസ്സിലായോ? അന്നും കണ്ടോ ഷാഫിക്ക് അതുപോലെ വടകര വെച്ച് ആക്രമിച്ചപ്പോ അന്നും ഇവൻ ദുബൈയിലായിരുന്നു. അത് തന്നെ. ഇത് ഇവര് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമല്ലേ. പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് ഇവിടെ കടന്ന് പാവം പിടിച്ച പിള്ളേരെ അടിയും കൊള്ളുക. ഇപ്പൊ സന്ദീപ് വാര്യർ ജയിലിൽ കിടന്നിട്ട് ഇത്രയും ദിവസമായി ഇവന്മാർ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? അതുപോലെ വിശ്വാസി സംഗമം അവിടെ പത്തനംതിട്ട വെച്ചപ്പോ ഒരു കാര്യം പോലും ഇവന്മാര് മിണ്ടിയില്ല. ഇപ്പോഴും അവര് ജയിലിലാണ്. ഇവന്മാര് മിണ്ടത്തില്ലല്ലോ. ഇവന്മാര് മിണ്ടാതുള്ള പണിയല്ലേ ചെയ്യുന്നതല്ലേ. ഇവൻ മിണ്ടത്തില്ല. ഇവൻ സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒറ്റിക്കൊടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യസന്ധമായിട്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ
ഓരോ വ്യക്തികളെയും വിറ്റിട്ട് ഇവൻ പൈസ മേടിച്ച് തിന്നോണ്ടിരിക്കുവാന്നോ. ഇവനെ എത്രയും പെട്ടെന്ന് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എടുത്ത് ദൂരെ കളയുന്നില്ലെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലാതായി പോകും. ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തല്ലി ഓടിക്കുക തന്നെ ചെയ്യേണ്ടത്. ഇവനെ അത്രയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഇവനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാൻ പറയാം. എവിടെയെങ്കിലും കണ്ണൂരോ വയനാടോ എവിടെയെങ്കിലും വല്ല പാർലമെന്റിൽ കൊണ്ട് നിർത്തി മത്സരിപ്പിച്ചിട്ട് ഇവനെ അങ്ങ് ഡൽഹിക്ക് വിട്. ഇവനെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇവനെ ഏതെങ്കിലും പാർലമെന്റ് സീറ്റിൽ കൊടുത്തിട്ട് ഇവനെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ഓടിയില്ലേ. കേരളത്തിൽ കഴിവുള്ള ആമ്പിള ഷാഫി എന്തിനാണ് ഇവൻ ഡൽഹിക്ക് ഓടിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അവൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ. അവന്റെ തലയ്ക്ക് മുകളിൽ ആരും വരാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് നാടകമാണ് ഇതെല്ലാം. ഇപ്പൊ അമീൻമാർക്ക് ഡൽഹിയിലോട്ട് ഓടിച്ചു. കാര്യം എന്താണോ? അമീൻമാർക്ക് കേരളത്തിലുണ്ടെങ്കിൽ ഇവന്റെ ഇമേജ് കുറയും. ഇവന്റെ കൂടെ നിൽക്കുന്നവരെ കണ്ടോ, ഒന്നേ തലയിൽ ഒരു മുടി പോലും ഇല്ലാത്തവന്മാരെ ഇവൻ അടുത്ത് കൂടെ നിർത്തത്തുള്ളൂ, അല്ലെങ്കിൽ വർക്കത്തില്ലാത്തവന്മാരെ നിർത്തത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചാൽ ഈ ഇപ്പൊ മുഹമ്മദ് ഷിയാസിനെ കൂടെ നിർത്തിയിരിക്കുന്ന അവിടെ മുസ്ലിങ്ങളുടെ ഒരു മയോറിറ്റി ഞാൻ എല്ലാ വിഭാഗങ്ങൾക്കും ഒന്നാണെന്നോ അറിയിക്കാൻ വേണ്ടി ഇവൻ വെറും കൂട്ടുകാരി ചവിട്ടിയാന്നുള്ള കാര്യം ആർക്കും അറിയാൻ വയ്യാത്തത്. ഇവൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസ് വളർന്നു എന്തെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് അമീൻമാർക്കെ ഇരുത്തണമായിരുന്നു. ആയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വന്നേനെ. അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് അവന്റെ സ്ഥാനം കൊടുക്കണമായിരുന്നു. ആ പാവം പിടിച്ച ചെറുക്കനെ ഒതുക്കിയിട്ട് ഇവൻ വളരാൻ വേണ്ടിയാ. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഈ മിക്കവാറും ഈ വട്ടത്തോടുകൂടി പരിപാടി കഴിയാനുള്ള ചാൻസാണ് കാണുന്നത്. ഇവനെ ഈ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂരിനെ കൊണ്ട് ഏത് നിയമമണ്ഡലത്തിൽ കൊണ്ട് ഇട്ടാലും ജയിക്കുമായിരുന്നു. ഇവൻ പ്രതിപക്ഷ സ്ഥാനമായിട്ട് ഇരുന്നിട്ട് ഏതോ പോയി എന്നാലും തോറ്റു പോകുന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ. ഈ തെണ്ടിയെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇവനെ എങ്ങനെ ഓടിക്കാൻ എന്തെങ്കിലും വഴി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞങ്ങൾ ചെയ്യാം. ആ വഴിയാണ് നമുക്ക് വരാൻ പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവന്റെ മണ്ഡലത്തിൽ തോപ്പിക്കുക. ഇവന്റെ മണ്ഡലത്തിൽ തോപ്പിക്കാനായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞാനും ചെയ്തു തരാം. സാറേ, ഈ കേക്കച്ചനെതിരായിട്ട് ആ താരകേശന്റെ ഭാര്യയെ നിർത്തിയാൽ മതി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. ഇവൻ പൊട്ടിക്കോളും. വി.ഡി. സതീഷിനെ കേക്കച്ചനെ നമുക്ക് തോപ്പിച്ചു കൊടുക്കണം സാറേ. ഞാനത് ITIയിലൂടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണെങ്കിലും രാഹുൽ മാവട്ടത്തിനെതിരെ ഇത്രയും വൃത്തികെട്ട പണിയെടുത്തതും ഇതുവരെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ഇവനെ നമ്മൾ തോപ്പിച്ച് കഴിക്കണം. എന്തായാലും അത് ഇലക്ഷൻ അടുത്ത് വരെയാണ്. അതുകൊണ്ട് ശരിക്കും തോപ്പിച്ചു കൊടുക്കണം. അതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. സാറ് ITIയിലൂടെ പ്രതികരിക്കുന്ന എല്ലാവരും നമ്പറിലൂടെ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഒന്നിച്ച് എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതികരിക്കുന്ന രീതിയിൽ ഈ നമ്മുടെ രമേശ് ചെന്നിത്തല ആയാലും വി.ഡി. സതീശൻ നിൽക്കുന്ന മണ്ഡലം എവിടെയാണെങ്കിലും പ്രചരണത്തിന് ഇറങ്ങാൻ ആഹ്വാനം നൽകണം. ഇറങ്ങി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പ്രവർത്തിച്ചവനെയൊക്കെ തോപ്പിച്ച് കൈ കൊടുക്കാൻ 3.5 തരം ഫുൾ സപ്പോർട്ടായിരിക്കും. അതുപോലെ എല്ലാവരോടും ഇവിടെ പറവൂരായാലും രമേശിന്റെ ഹരിപ്പാടാണെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. അത് ഫുൾ സപ്പോർട്ടായിരിക്കും സാറിന്. ധൈര്യമായിട്ട് മുന്നോട്ട് ചാനലിൽ കൊണ്ടുപോകാം, പ്രതികരിക്കുക തന്നെ ഞങ്ങൾ 100% കൊണ്ട് കേരളത്തിലെ മാത്രമല്ല പുറത്തെ രാജ്യത്തെ ആൾക്കാരെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സാറ് മുന്നോട്ടിനെ കൊണ്ട് തോപ്പിച്ച് കൈ കൊടുക്കും. നമസ്കാരം സാർ. വളരെ നല്ല രീതിയിൽ ഇതുപോലെ പണ്ടേ തുടങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ യവന്മാരുടെയൊക്കെ എന്നെ നട്ടിലൊടിഞ്ഞ് കാണുകയായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് സാർ. ഈ സാറിനെ പോലെ ഒരു ചാനൽ ITI ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ, ഈ ചാനലുകൾ ഒരുപാടുണ്ട്. ജേർണലിസ്റ്റും സാറിനോട് ഏകദേശം കൊള്ളാവുന്ന വാർത്തകളാണ് യദു സാറും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇയാളെ ആദ്യം കേൾക്കാറുണ്ടായിരുന്നു നമ്മുടെ മറുനാടൻ മലയാളി. പിന്നെ അയാളുടെ എല്ലാം കഴിഞ്ഞു. അയാളെ പിന്നെ നമുക്ക് ഒരു വിശ്വാസം വരില്ല വാക്കുകളിലൊക്കെ. പിന്നെ ഞാനത് കേൾക്കാറുമില്ല. ഞാൻ 74 ഇയേഴ്സുള്ള ഒരു ബ്ലൈൻഡ് ആളാണ് സാർ. എങ്ങനെയെങ്കിലും മൊബൈലിൽ അടുത്ത് വെച്ചിട്ട് സാറിൻ്റെ പരിപാടി എല്ലാം കേൾക്കും. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ ഈ കേട്ടതാണ്. അവരുടെയൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ UPയിൽ നിന്നും അവരൊക്കെ പറഞ്ഞ സിസ്റ്റർമാർ എന്നെ പോലുള്ള അവരുടെ സഹപ്രവർത്തകരായ ഞാനും ഇത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇതുപോലെ കുറേ എണ്ണുണ്ട് വീർപ്പിച്ച് നടക്കുന്നവർ. കോഴിക്കോട് ടൗണിലുണ്ട്,
സ്ഥാനമോഹികൾ എത്ര പേരുണ്ട് കോഴിക്കോട് സാർ. എല്ലാം ഇത് തന്നെ. ഇതൊക്കെ എടുത്തു പറയണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി മുനീറിനെ പറ്റി പറഞ്ഞു. എന്തർത്ഥത്തിൽ പറഞ്ഞതാണ്, എന്താ ഉള്ളടക്കം അറിയാം. ഏറ്റവും അറിയുന്ന ആൾ ഞാനാണ്. എനിക്ക് ഏറ്റവും അറിയാം. എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടെയാണ്. സാറിനോട് നേരിട്ട് വന്ന് കാണാനുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. അയാൾ എങ്ങനെ സാർ ഇതിപ്പം ITI 250 മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രോഗ്രാം വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾ സഹകരിച്ചിട്ട് എവിടെ വെച്ചാലും വേണ്ടില്ല, എറണാകുളം, തിരുവനന്തപുരം, എവിടെ, കോഴിക്കോട്, മലപ്പുറം വെച്ചിട്ട് ഇതിന് ഇലക്ഷന് മുന്നേ ഒരു ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരുന്നു സാർ. ജനങ്ങൾ അത്രയും പ്രതികരിച്ച് അനുകൂലിച്ചിട്ടുണ്ടാവും. എന്നാൽ അവർക്കൊരു ഇത് വരും. അപ്പം തന്നെ ഈ ITI മിഷനും വരെ വളരെ ശക്തിയുണ്ടെന്ന്, ഇപ്പം തന്നെ ശക്തിയുണ്ട്. അത് കൂടുതൽ ശക്തി തെളിയിക്കാനും കഴിയും സാർ. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എന്ന് സാറിനെ എന്നും ആരോഗ്യവും കാര്യങ്ങളും നിൽക്കട്ടെ. ഇതൊക്കെ കണ്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിയിക്കാനുള്ള ജനങ്ങളിലേക്ക് നമ്മളെപ്പോലെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ദൈവം ഉണ്ടാക്കിത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു സാർ. നമസ്കാരം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ SFIക്കാർ, ഞാൻ KSU ഒന്ന് 3 പ്രാവശ്യം എന്നെ നക്കി തുടപ്പിച്ചിട്ടുള്ള അവർ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. അത് ഞാനിപ്പോൾ എനിക്ക് 64 വയസ്സായി. ഞാൻ ഇന്നും ഈ കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഈ VD സദനെപ്പോലുള്ള നാറിയനെയൊക്കെ വന്നിട്ട് അവിടെ വെക്കാതെ ഈ ഹൈക്കമാൻഡൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് പണ്ടേ വന്നിട്ട് ഇവരെയൊക്കെ ഓടിച്ചു വിടേണ്ടതല്ലേ. ഈ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉണ്ട്, മറ്റേ പ്രിയങ്ക ഗാന്ധി ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും വന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇവർക്ക്. ഞാൻ എൻ്റെ ഉള്ള സത്യാവസ്ഥ പറയുക. ഞാനിപ്പോൾ 64 വയസ്സായി. ഞാനിപ്പോഴും അടിയുറച്ച്, എൻ്റെ കുടുംബം എല്ലാം അടിയുറച്ച കോൺഗ്രസ്സുകാരാണ്. പക്ഷെ ഇവർ ചെയ്യണ ഏറ്റവും വൃത്തികേട്, 5 പൈസ കിട്ടിക്കഴിഞ്ഞാൽ നക്കിത്തുടക്കണ ഈ രമേശിനെയൊക്കെ വന്നിട്ട് VD സതീശനെ രമേശിനെയൊക്കെ വെക്കേണ്ട കാര്യമുണ്ട്. സുധാകരൻ എത്ര നല്ല മിടുക്കരായത്. ആദ്യമൊക്കെ സുധാകരനും VD സതീശനും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ആകെ സന്തോഷിച്ച്, കാരണം ഭയങ്കരമായിട്ട് വരുമെന്നുള്ളത്. പിന്നെ ഒറ്റയടിക്കങ്ങ് തീർന്നു പോയി. ഒരു നേട്ടം ഉണ്ടായില്ല. രാഹുലിനെയും മറ്റേ ഷാഫി, പിന്നെ ഉമ്മൻചാണ്ടിയുടെ പാരുണ്ട്, പിന്നെ അങ്ങനെ കുറെ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. പിന്നെ ഈ പടുകളവനൊക്കെ വന്നിട്ട് വീട്ടിൽ കുത്തിയിരിക്കാൻ മേലെ ഉള്ള MLA ആയി കഴിയുമ്പോൾ പെൻഷൻ കിട്ടൂല. ആ പെൻഷൻ മേടിച്ചിട്ട് വീട്ടിൽ കുത്തിയിരുന്നാൽ പോരെ. ഞാനും ഒരു മിലിറ്ററി സർവീസ് ചെയ്തതാണ്. ഞാൻ പെൻഷൻ മേടിച്ചിട്ട് മിണ്ടാണ്ട് ഇവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് അതുപോലെ ചെയ്യണമെങ്കിൽ ഇവരത് ആലോചിക്കണം. പെൻഷൻ ഉള്ളപ്പോ ഇവര് വന്നിട്ട് മിണ്ടാണ്ടിരുന്നാൽ പോരാ, പിള്ളേരെ കയറട്ടെ. അങ്ങനെയല്ലേ രക്ഷപ്പെടണം എല്ലാവരും. അത് അവര് നശിപ്പിക്കുന്നത് തന്നെയാണ്. മൊത്തം നശിപ്പിക്കുകയാണ് അവര്. തൂത്തുവായ എനിക്ക് തന്നെ പിണറായിയുടെ ഇഷ്ടംപോലെ കോടികൾ മേടിച്ച് അവ കൊണ്ട് ദുബായിൽ അവിടെ ഇവിടെ കൊണ്ട് ഇട്ട് കാണും. അതുകൊണ്ട് തന്നെ നശിപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി അടുത്ത ഇതാക്കി ഇവരുടെ ഈ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ വിഷയം ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനെപ്പറ്റി ജനങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് കുറെ പേര് കൊടിയും പിടിച്ച്, അല്ലെങ്കിൽ നക്കാപ്പിച്ച മേടിച്ചിട്ട് ഈ വെള്ളം അടിച്ചിട്ട് പോയിട്ട് ഒച്ചയും വെള്ളം എടുക്കും. അത്ര തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പൊ രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭയിൽ അടിച്ചു പൊളിക്കും. ഈ CPM ഒന്നും ഒരു ചുക്കുമല്ല. രമേശ് അല്ല, ഈ VD സതീശൻ പോലും ഒന്നും ആകാണ്ട് അവൻ ആള് കളിക്കാൻ പറ്റില്ല. കാരണം അവനല്ലേ വലിയ പ്രതിപക്ഷ നേതാവ്. ഇവനെയൊക്കെ പണ്ടേ തൂക്കി ദൂരെ എറിയണം. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ പറവൂരില്ല, ഞാൻ കോട്ടയാണ്. പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരാളെ അവിടെ അവന് ബദലായിട്ട് 1 അല്ല 10 പേരെ നിർത്തും. എന്താ വന്നാലും ശരി, അവനെ തോപ്പിച്ച് കൈ കൊടുക്കണം. ഞാൻ ഗുജറാത്തിൽ നിന്നാണ്, ജോമോൻ എന്നാണ് എന്റെ പേര്. ഞാൻ ആക്ച്വലി BJP-കാരനാണ്. പക്ഷെ എനിക്ക് കോൺഗ്രസിന്റെ കേരളത്തിലുള്ള നേതാക്കന്മാരിൽ രാഹുൽ ബാബുയുടെ, ഷാഫി പറമ്പ്, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ശരിക്കും രാഷ്ട്രീയത്തിൽ വേണം. കാരണം വെച്ചാൽ അവരൊക്കെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ്. സീനിയർ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പൈസ, അവരുടെ വയറ് നിറയുന്നത് നോക്കുകയുള്ളൂ. നമ്മൾ ഈ വിഷയത്തിൽ, രാഹുൽ വിഷയത്തിൽ ഇടപെടാൻ കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, ഈ രാഹുൽ പെണ്ണ് പിടിച്ചെന്നോ അവൻ ഗർഭം ഉണ്ടാക്കിയെന്നോ അല്ലെ അവനെ വെള്ളപൂശുക എന്നുള്ളോ അല്ല. ഇങ്ങനൊരു ആരോപണം, അതായത് വളരെ പെട്ടെന്ന് ഒരു ദിവസം ഈ മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിൽ കൂടെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ യാതൊരു അന്വേഷണവും നടത്താതെ ഇയാളങ്ങ് നടപടി അങ്ങ് എടുക്കുക. അതിന് കാരണം എന്നാന്ന് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലേ? അതിന്റെ ഞാൻ മനസ്സിലാക്കിയത് ഈ സ്വന്തം പാർട്ടിയിലെ ഒരു മിടുക്കനായ ഒരു യുവനേതാവ് പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ ശരിയാണോ അറിയാം. സുനിലിനാണോ എനിക്ക് പറയാമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ സതീശന്റെ കൂട്ടുകാരിയാണ് ആ പറഞ്ഞ പെണ്ണ്. ഇവനെതിരായിട്ട് പറഞ്ഞ പെണ്ണ് സതീശന്റെ കൂട്ടുകാരിയാ. അപ്പം ഇതിനകത്ത് ഈഗോ അടിക്കുന്നതാണ്. ഒരുപക്ഷെ അവൻ മെസ്സേജ് ഇട്ട് കാണും, ഈ മെസ്സേജ് ഇപ്പം കണ്ടു കാണും. എന്നുവെച്ചാൽ അബിൻ വർക്കിയൊക്കെ അവിടെ ഇലക്ഷൻ സമയത്ത് കൂടെ ഉണ്ടായിരുന്നല്ലോ.
ഉം. അപ്പം മൊബൈലിനകത്ത് ഈ മെസ്സേജുകളൊക്കെ കണ്ടു കാണും, അത് അദ്ദേഹത്തിന് കൊടുത്തു കാണും. അപ്പം ഇതിനകത്ത് ഈഗോ അടിക്കുന്നതായിരിക്കും. അവന്റെ കപ്ചയിൽ ഉണ്ടായിരുന്നയാള് അവന്റെ കപ്ചയിൽ അവിടെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കപ്ചയിൽ പോയല്ലോ എന്നുള്ള രീതിയിൽ ഈഗോ അടിച്ചിട്ട് ചെയ്ത പണികളായിരിക്കും. അല്ലെ 3 വർഷം മുമ്പ് അല്ല, ഞാൻ അടച്ച പറഞ്ഞത് ഇതെന്തോ ക്യാമ്പസോ ഇപ്രകാരം നമ്മൾ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇതെന്താ ക്യാമ്പസോ ഇവൻ ഇങ്ങനെയുള്ള ഈ പരിപാടികൾ നടത്താൻ? ഈ ഇതിന്റെ പുറകെ ഇറങ്ങി നടക്കുന്നവന്മാർ അങ്ങനെ ആയിരിക്കും. ഈ കിളവന് ഈ കൊട്ടത്തേങ്ങ പരുവായ ഇവന് ഇപ്പോഴും ഈ രോഗമാണെങ്കിൽ എന്തൊക്കെ മാർഗമുണ്ട്? അത് രോഗമാവും, സംശയമില്ലല്ലോ. ഇടയ്ക്ക് അന്നേരം എന്തൊക്കെ ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇതിനൊക്കെ മാർഗമുണ്ട്. ഒരു സ്ത്രീ പരസ്യമായിട്ട് പറഞ്ഞില്ലേ, അത് സുനിലിന്റെ ഈ ചാനലിൽ കൂടെ തന്നെയാണല്ലോ പറഞ്ഞത്. അന്നേരം ഇവൻ ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷത ഉള്ളവനാണെന്ന് ഇവന്റെ ഓഫീസ് സെക്രട്ടറി 22 കൊല്ലമായ താരകേശന്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവന് മദ്യം മേടിച്ചു കൊടുത്ത് രാത്രിയിൽ ഇവിടെ കൊണ്ടുവരുമായിരുന്നു, ഇവന്റെ പരിപാടി ഇതായിരുന്നു എന്ന് അവര് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള. അങ്ങനെയുള്ള ഒരു ആഭാസനാണ് എന്താ പറയുക, ഇവിടുത്തെ സ്ത്രീകൾക്കും അമ്മമാർക്കും ഒക്കെ വേണ്ടി നടപടി എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ നാടകം കളിച്ചത് പൊളിഞ്ഞില്ലേ? എടുപടി എന്നുള്ള നടപടിക്ക് കാരണം ഇതാണ്. അല്ലാതെ അവനെ ഒതുക്കുക എന്നുള്ളത്, അതിന് കിട്ടിയ അവസരം ശരിക്കും പ്രയോഗിക്കുക. അല്ല, ശരിക്കും ഇപ്പൊ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? താങ്കളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്റെ നോട്ടത്തിലുണ്ടല്ലോ, എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നത് രാഹുൽ ഇപ്പൊ അവിടെ പോകാൻ തുടങ്ങി പാലക്കാട്. വളരെ അടുത്ത പ്രാവശ്യം വളരെ ആക്റ്റീവായി ജനങ്ങളാണ് അയാളെ നെഞ്ചിലെത്തി കൊണ്ടുപോയത്. ഇതിപ്പം പണ്ട് പൊടിവാറ മത്സരിച്ച ഓർമ്മയുണ്ടോ? പൊടിവാറ ജോർജ് ജോസഫ് പൊടിവാറ ഏറ്റുമാനൂർ മത്സരിച്ചത്. അന്ന് ഞങ്ങള് അക്കരയൊക്കെ, ഞാൻ പുത്തനങ്ങാടിലാണ് എന്റെ വീട്. താഴത്തങ്ങാടി തോടിന് അക്കരെ എന്ന് പറയുന്ന ഏറ്റുമാനൂരാ. ഇക്കരെ കോൺഗ്രസിന് വർക്ക് ചെയ്തുകൊണ്ട് പൊടിവാറയ്ക്ക് വർക്ക് ചെയ്യാൻ പോവായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ അന്ന് പറഞ്ഞ പോലെ പൊടിവാറ ജയിച്ചു വന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു വരും. ഇവന്മാർ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല ഇവന്മാരുടെ രീതി വെച്ച്. എന്നുവെച്ചാൽ ഇത് സംഗതി ശരിയാണ്. ഈ അദ്ദേഹത്തിന് പുള്ളിയുടെ MP-ക്ക് അടി കിട്ടി അവിടെ എല്ലാം രാഹുൽ ചെന്നെന്ന് പറഞ്ഞാലും ഈ വിഷയത്തിൽ അവർക്കും ഇടപെടാൻ പറ്റിയില്ലാത്ത ഒരു രീതിയിലുള്ള കേസാണ് പോയേക്കുന്നത്. ശരിയല്ലേ അത് സംഭവിച്ചത്? അവരുടെയും വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന രീതിയിലാണ്. ഇത്രയും ഇവനെ എന്ത് വ്യക്തിത്വമാണ് ഇവന് ഈ നടപടി എടുത്ത ഈ കേക്കിന് തന്നെ? അവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവര് അധികാരത്തിലിരിക്കുന്നു, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ MP, നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി, നമ്മൾ അടികൊണ്ട് ഷാഫി പറമ്പിലും ഓരോ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടോ രാഹുലിന്റെ വിഷയത്തില്? ഇപ്പോഴത്തെ അവസ്ഥയില് ഇവൻ പാർട്ടി മൊത്തം പിടിച്ചടക്കി വിളിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഇവനെ ചലഞ്ച് ചെയ്യാനോ ഇവൻ എടുക്കുന്ന നിലപാടിനെതിരെ നിന്നാലോ പണി വരുമെന്ന് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വരാത്തത്. സംശയം എന്തായിരിക്കട്ടെ? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഏതവനാണെങ്കിലും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അന്നേരം തോപ്പിക്കാൻ എടുക്കുന്ന സന്ദർഭം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അതിനുള്ള ഒരു സാധ്യതയെ കുറിച്ച് എന്ത് തോന്നുന്നു? അതായത് അത് ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് അന്ന് ആദ്യം ഇട്ടില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അവന് സപ്പോർട്ടാണ്, അവൻ ജയിച്ചു വരാൻ എന്ന് പറഞ്ഞില്ലേ? അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? അല്ല, ഇവനെ ജയിച്ചതെന്ന് പറഞ്ഞാല് CPI, അത് CPI മണ്ഡലമാണല്ലോ. CPIയില് അവന്മാർക്ക് പണം കൊടുത്ത് ഏറ്റവും പോക്കായിട്ടുള്ള അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുള്ള ഇവന് യാതൊരു തരത്തിലും കോമ്പിറ്റന്റ് അല്ലാത്ത സ്ഥാനാർത്ഥി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ബിജെപിക്കും ഇതുപോലെ പണം കൊടുത്ത് BDJSന്റെ സംവരണ മണ്ഡലമാ, അവിടെയും ഇതുപോലെ ആരും കേൾക്കാത്ത ആളെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അവനെ വന്നത്. ഇദ്ദേഹം ശരിക്കും ഈ സതീശൻ ഉണ്ടല്ലോ, ശരിക്കും ഈഴവനാണോ? നായരാന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ പേരിനകത്ത് നായരൊന്നും വരുന്നില്ല. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കൂടെ നായരുണ്ടാകണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെയില്ലല്ലേ? എനിവേ എന്തായാലും അടുത്ത പ്രാവശ്യം ഇലക്ഷൻ അവൻ നല്ലപോലെ ചിന്തിച്ച് വേണം നിൽക്കാനായിട്ട്. ശരിക്കും പറഞ്ഞ അവനെ ജനങ്ങൾ, അതായത് ലോകത്തെമ്പാടും നിന്നുള്ള ജനങ്ങള് രാഹുലിന്റെ വിഷയത്തിൽ താമസിച്ച് അവനെ പെടത്തും. ഞാൻ പറയട്ടെ, ശരിക്കും രാഹുലിനെ കുറിച്ചുണ്ടല്ലോ എല്ലാവരുടെയും എനിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞാല് ഈ വാർത്തകളിലൊക്കെ വൈകുന്നേരം രാഹുലാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അതായത് രാഹുല്, അതായത് ഈ ഇഷ്യൂവിന് ഇടയ്ക്ക്, അതായത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച് ഇത്രയും ദിവസം ഒരാളെ കൊല്ലാക്കൊല ചെയ്തിട്ടും ഇത്രയും ജനങ്ങളുടെ നെഞ്ചിൽ ഇപ്പോഴും സ്ഥാനം പിടിച്ച് ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോഴും ഉണ്ടോ? ഇല്ലില്ല. അല്ലെങ്കിൽ ഒരു ആരോപണം വന്ന ഒരുത്തനെ നശിപ്പിക്കാൻ ഒരു പെണ്ണ് കേസ് ഇട്ട് കൊടുത്താൽ മതി. അവനെ എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെയുണ്ട് കോൺഗ്രസ്സുകാരൻ, എന്റെ പാർട്ണർ കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങൾ ഇത് ചർച്ച ചെയ്യും.
ഉം. അപ്പൊ എന്നോട് ഇടയ്ക്ക് ചോദിച്ചതാ, ജോമോനെ അത് ശരിക്കും അങ്ങനെ ഉണ്ടായതാണോ? എന്നെക്കാളും പുള്ളിക്ക് എന്നെക്കാൾ 10 വയസ്സ് മൂപ്പേ ഉള്ളൂ. ഉം. അത് ഉണ്ടായതാണോ? ഞാൻ പറഞ്ഞു ഇതൊക്കെ മനുഷ്യനല്ലേ, അല്ല, ഇത് മനുഷ്യൻ ഉണ്ടായതാണോ മനുഷ്യൻ ഇല്ലയതാണല്ലോ, ഉണ്ടാവാം, അതാ ഉണ്ടാകാതിരിക്കാം. ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യനല്ലേ. ഈ പറയുന്നവന്മാരെല്ലാം, അതായത് ഇന്ന് മന്ത്രിസഭയിലുള്ള, അതായത് റേപ്പ് കേസില് FIR ഇട്ട് ബലാത്സംഗ കേസില് അകത്ത് കിടന്നവന്മാർ വരെ ഇരിക്കുകയാണ്. ഇരിക്കുകയാണ്. എത്രയോ സ്ത്രീകളെ നശിപ്പിച്ച, അതിരിക്കുന്നത് കുടുംബം വരെ മാത്രമല്ല, നശിപ്പിച്ച് എത്രയോ ഈ കളഞ്ഞവന്മാരിയ്ക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവായിരുന്നു, ഈ പോലീസുകാരെ പേടിച്ച് ഓരോ പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി താമസിച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങളും അല്ലായിരുന്നു അവിടെ. അതൊക്കെ ഇവന്മാരുടെ വലിയ നേതാക്കന്മാരെ കുറിച്ചുള്ള കഥകൾ വരെ വന്നാൽ ആ ഇവര് വാ വിളിക്കൂല, മിണ്ടുകയല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കെ ഇവിടെ ഒന്നോർത്തേക്ക് ഇത്രയും ദിവസമായിട്ടും ഈ ആരോപണം ഉന്നയിച്ചവർക്ക് പോലും ഒരു പരാതി കൊടുക്കുവാനായിട്ടുള്ള പ്രാപ്തി ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിക്കേറി പോകും ഇത് എന്നുള്ളത്. അവളുമായിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത് ഇവൻ തന്നെ ഇത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ തേങ്കണി നാറി, പക്ഷെ അവൾക്ക് മനസ്സിലായി ഇത് ഇനി കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പ്രശ്നമാവുന്ന മനസ്സിലായി. അത് തുള്ളിച്ചാടി ഇറങ്ങി വന്ന, പക്ഷെ അവർക്ക് മനസ്സിലായി പണി കിട്ടിയെന്ന് കണ്ടപ്പോ ഇപ്പൊ ചാടിക്കറി കണ്ട, ഇപ്പൊ കളത്തിക്കറി. പക്ഷെ അതിന് സുൽഭായി പോലെ തന്നെ രാഹുൽ ഈശ്വറും ഇവള് പെയിന്റ് ഒക്കെ അടിച്ചങ്ങ് തുനിഞ്ഞിറങ്ങിയതാണ് പൂന്ത് വിളയാടാന്ന് പറഞ്ഞു. പക്ഷെ ഇനിയും കടന്ന് പൂന്ത് വിളയാൽ പണി കിട്ടുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഷെഡിൽ കയറി. പക്ഷെ എന്നാൽ ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണല്ലോ നടക്കുന്ന കണ്ടു കഴിഞ്ഞാല്. അവള് ഒരു തീരെ മോശപ്പെട്ട ഒരു പെണ്ണാന്നുള്ള ഒരു ഉറപ്പാണ്. നമുക്കിതൊന്നും പറയാൻ പറ്റുമല്ലോ പേരെടുത്ത്. മോശപ്പെട്ട പെണ്ണാന്നുള്ള ഒരു ഉറപ്പാണ്. അത് ഒരു സംശയമില്ല. അത് നടക്കുന്ന ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്? അത് എങ്ങനെ നടക്കട്ടെ, അതല്ല അവരുടെ അവകാശമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഈ തേൻകണി പരിപാടിയുമായിട്ടും കൊട്ടേഷനുമായിട്ട് ഇറങ്ങുന്നതാണ് ചിലരുടെ രാഷ്ട്രീയവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി അടുത്ത പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുക്കുമല്ലോ അതാ പറഞ്ഞ അതിന് വരെ സാധ്യതയുണ്ട്. കേക്കച്ചന്റെ ലിസ്റ്റിൽ ഇവള് വരെ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്, കോൺഗ്രസിന്റെ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആ മീറ്റിംഗിൽ പോയി പങ്കെടുക്കാൻ കാരണം എന്റെ മനസ്സിൽ ഇവൻ തന്നെ വിട്ടത്. അതായത് ഇതിപ്പം മൊത്തത്തിൽ നാറിയല്ലോ, ഇവൻ തന്നെ ഇളക്കി വിട്ടതാണ്. ഇതിന്റെ പ്രഭവ കേന്ദ്രം ഈ കേക്കച്ചനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്റെ മേളിൽ നിന്നും ഈ ഒരു സംശയം മാറാൻ വേണ്ടി ഇവളൊരു CPIM കാരിയാണ്, ഇവൾ ആ പാർട്ടി അനുഭാവിയാണെന്ന് വരുത്താൻ വേണ്ടി ഇവൻ തന്നെ പറഞ്ഞു വിട്ട ഒരു നാടകമായിരുന്നു അത് ആ കണ്ടത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും പറഞ്ഞു നിൽക്കാമല്ലോ, അത് കണ്ടോ അവള് CPയുടെ പരിപാടി പോയി CPM കാര്യം ഇറക്കി വിട്ടതാണെന്ന് കുറച്ചു പേരെങ്കിലും പൊണ്ണകൾ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയാണ് അവനെ പണിയത്. അടുത്ത പ്രാവശ്യം പാനലിനകത്ത് രാഹുൽ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് കാൻഡിഡേറ്റ് ആരെ കാണിക്കും ഇവര്? അതുകൊണ്ടാണ് കണ്ടില്ലേ ഈ കേക്കച്ചൻ കളിക്കുന്ന സകല കളി എന്ന് പറഞ്ഞാൽ, ഇവൻ അടുത്ത പ്രാവശ്യം ഇവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രതിപക്ഷ സ്ഥാനത്ത് എങ്ങനെയും എത്തണം, ഭരണം CPM കൊടുക്കണം. അതാകുമ്പോഴത്തേക്കും അതല്ലെന്നുണ്ടെങ്കിൽ വേണുഗോപാലൻ പതുക്കെ ഇറങ്ങി വരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി. അന്നേരം ഇവൻ ഏതായാലും കിട്ടത്തില്ല. അതിനേക്കാൾ നല്ലത് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഇതുപോലെ സകലതിന്റെയും കമ്മീഷൻ മേടിച്ച് സേഫ് ആയിട്ട് ഇരിക്കുക. അന്നേരം അങ്ങനെ ആ പദവിയിലേക്ക് വരണമെങ്കിൽ ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ, അതായത് ഈ വെറും മിടുക്കന്മാര് രാഹുലിനെ പോലുള്ളവന്മാരൊക്കെ ഈ അവസാന നിമിഷം ശരിക്ക് സമരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും, കോൺഗ്രസ് ചിലപ്പോൾ തിരിച്ചു വരും. അന്നേരം ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാക്കി ഇവന്മാര്, ഞാൻ പറഞ്ഞില്ല എത്ര സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്താണ് ഇന്ന് തന്നെ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവന്മാര് തന്നെ ആരോപണം ഉന്നയിച്ച് അവനെ പുറത്തു വെച്ചു. എന്നിട്ട് ആളില്ല എന്ന് നിലവിളിച്ചു. എന്നിട്ട് ഇവന്മാര് തന്നെ യാതൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത 4-5 കിണകളെ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഗ്രൂപ്പിസമാണ്, അടിയാണ്, പിടിയാണ് പറഞ്ഞ് ഇപ്പൊ വാർത്ത വരുക. ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ആ ഇഷ്യൂവിൽ ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പാളയത്തിൽപ്പെടാന്ന് പറഞ്ഞ് ഇവന്മാരിപ്പോ സ്വന്തം പാർട്ടിക്കകത്ത് കിടന്ന അടിയാണ് ഇങ്ങനെയുള്ള അവസരം. എന്നിട്ട് ഈ രാഹുലിനെ ഇപ്പൊ ഇവന്മാരെന്തുകൊണ്ടാണ് തടയാൻ വരുന്നത്? അന്നേരം അവന്മാര് ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടിയല്ലേ നടപടി എടുത്തത്, പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്തുകൊണ്ട് അവനെ മാറ്റി, അവന്റെ അധ്യക്ഷ സ്ഥാനം കൊണ്ട് മാറ്റി, അവൻ മോശമായ കൊണ്ടല്ലേ നിങ്ങൾ നടപടി എടുത്തത്, അതുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തവൻ എന്തിന് അങ്ങനെയുള്ള ചാൻസ് ഇട്ട് കൊടുത്തു. അതെ, അന്നേരം ഇപ്പോഴും ആ വിവാദവും പ്രശ്നങ്ങളും ചാനലിൽ കൂടെ വരുവാനായിട്ടുള്ള അവസരം ഇവന്മാരല്ലേ ഇട്ട് കൊടുത്തേക്കുന്നേ. അതായത് കുത്താനുള്ള കത്തികൾ ഇവന്മാര് ലോഡ് കണക്കിന് ഇറക്കി ഇവന്മാർക്ക് പ്രതിപക്ഷത്തിനും മറ്റേ ശത്രുക്കൾക്കും കൊടുക്കുക.
കൊടുക്കും. എന്നിട്ട് ഇവന്മാര് സ്വയം ഇവൻ ഓൾറെഡി പ്രതിരോധത്തിന് വന്നെന്ന് തോന്നുന്നു അല്ലേ? ഏഹ് സതീശൻ എത്തിയെന്ന് തോന്നുന്നു കേരളത്തില്. ഇവൻ ഇവൻ കണ്ടോ ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവൻ എവിടെ പോകുന്നു? എന്ത് പണിക്ക് പോകുന്നു ഇവൻ എന്ത് പ്രതിപക്ഷ ഇവൻ എന്ത് റോൾ അവിടെ ഉള്ളത്? എന്തെങ്കിലും പരിപാടി കാണും, എന്തെങ്കിലും അവിടുത്തെ കള്ളത്തരം പണമെല്ലാം കൂടെ ഊട്ടണ്ടേ. ഇവൻ അവിടെ പോയില്ലെങ്കിൽ അവിടുത്തെ വേശ്യാലയങ്ങളുടെ ഉദ്ഘാടനം നടക്കത്തില്ലേ? എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണും. ആ അന്നേരം അതുകൊണ്ടാണ് അന്നേരം അതിനൊന്നും ഇവന്മാർക്ക് മറുപടി ഇല്ലല്ലോ. നാട്ടിൽ കള്ളത്തരം ചെയ്യാനൊക്കെ ഉള്ളു, വെളിയിലല്ലേ ചെയ്യാനൊക്കെ ഉള്ളൂ. അന്നേരം അതെല്ലാം പോയി നെറ്റ്വർക്ക് കള്ളക്കമ്പട്ടം മാർക്കറ്റിംഗിന്റെ പേര് ഒരു നെറ്റ്വർക്ക് മണി ചെയിന്റെ പേര് പറയുന്നുണ്ട്. ഈ മണി ചെയിൻ ആക്ച്വലി ഏതായിരുന്നു അറിയോ? നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസ് ബോംബെ ബേസ്ഡ് ഒരു അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. മണി ചെയിനാ. അതെ, പൈസ കൊടുക്കുക, പൈസ ഇട്ട് കറക്കുക, അതല്ലേ? ഈ ഇത്തരത്തിലുള്ള മറ്റേ ഈ പണ്ടത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ 2000 രൂപ തന്ന് ചേരുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 10 പേരെ ചേർക്കുന്നു. ഇങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാതിരി. പക്ഷെ മണി ചെയിൻ വേറെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വേറെ. ഇത് ഈ ടൈപ്പ് പരിപാടിയാണ്. പണ്ട് ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് കണ്ടിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്, അല്ല മണി ചെയിൻ ഉണ്ട്. 30 രൂപയ്ക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേന് 10 രൂപ മേളിൽ നിൽക്കുന്ന കൊടുക്കും, അതിന്റെ മേളിൽ ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പ പണിയായിട്ട് നടന്നവനാണ്. അന്നേരം അവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബോണസാ. ആ അവസ്ഥയെന്ന് ഇന്ന് അവന് കിട്ടുന്നതും അവന്റെ കയ്യിലുള്ളതെല്ലാം ബോണസാ. അവന് പോയ ഇതാന്നും പറഞ്ഞാണ് അവൻ നടക്കുന്നത്. പിന്നെ അവൻ ആരെ പേടിക്കണം? അവൻ എന്ത് കോൺഷ്യസ് ആണ്? കോൺഗ്രസിന് എന്ത് സംഭവിച്ചാലും അവന് വിഷയം. അവര് കോപ്പല്ലേ? പിണറായി നടക്കുന്നത് തന്നെയല്ലേ. പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും പിണറായിക്ക് ഒരു വിഷയമല്ലോ. പുള്ളിക്കും പുള്ളിയുടെ 2 മക്കളും ഭാര്യയും. അന്നേരം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുമ്പോൾ പഴയ ചാരത്തിൽ കിടന്ന അവസ്ഥയിൽ അവൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയില്ലേ? പിന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, ഇപ്പം അതന്നെ ഇഷ്ടംപോലെ ആസ്തിയായെന്നാ പറയുന്നത്. അന്നേരം ആ കണ്ണിങ്നെസ് നമ്മൾ നോക്കുന്നു. ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നിട്ട് ആ പ്രസ്ഥാനത്തെ മൊത്തം തൂക്കി അടങ്കൽ വേറൊരു ശത്രുക്കൾക്ക് വേറെ കാര്യം കൂടെ ഉണ്ട് ശരിക്കും ഉണ്ടല്ലോ. ഇപ്പൊ ഈ വലിയ നേതാക്കന്മാരെല്ലാം പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം എന്തെങ്കിലുമൊക്കെ ഇവന്റെയിലും കാണും. അതുകൊണ്ടാണ് ഈ രമേശ് ഒന്നും അനങ്ങാത്തത്. ഇവരെയൊക്കെ ചലിപ്പിക്കാൻ അത് കാണിച്ചോണ്ടായിരിക്കും ചലിപ്പിക്കുന്നത്. ഇവന്മാരെല്ലാം ഈ പഴയ ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ ഇവന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ അവർ പറയുന്നത് കേൾക്കണം. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ കുടുംബം തകരുന്നതുകൊണ്ടാണ് പിന്നെ അത് പണ്ട് ഈ രമേശ് ചെന്നിത്തല ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും പുള്ളി കോളേജിൽ ഞങ്ങളുടെ നാട്ടാം കോളേജിലൊക്കെ വരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ NSS കോളേജിൽ പുള്ളിയും കൊണ്ട് പോയപ്പോഴത്തേന് അവിടെയുള്ള ആൾക്കാരെല്ലാം പിള്ളേരെല്ലാം കൂടെ നല്ല ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവിടുന്ന് ബ്ലഡ് വരും. അതുപോലെയാണ്, വെളുത്ത് നല്ല സുന്ദരനാ. അപ്പം അത് രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇവരെ ഈ അന്നത്തെ നേതാക്കന്മാരെല്ലാം കൂട്ടത്തിൽ കൊണ്ടുപോകായിരുന്നു. അങ്ങനെയാണ് പുള്ളി യൂത്ത് കോൺഗ്രസിലും അവിടെ എവിടെയൊക്കെ വന്നത്. പുള്ളിയും ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. ചെറുപ്പമല്ലേ, രാഷ്ട്രീയക്കാർ വീട്ടിൽ ഇരിക്കുന്നില്ലല്ലോ, അതിനുവേണ്ടി കൂട്ടിന് കൊണ്ടുപോകായിരുന്നു. അതൊക്കെയാണ് ഇവരുടെയൊക്കെ ജീവിതശൈലി. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് നശിക്കാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയ പാർട്ടിയാണ് അത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, നശിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന പാർട്ടികളാണ്. അവിടെ BJP വരാൻ വേണ്ടിയുള്ള പരിപാടി, BJP വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും. അവന്മാർക്ക് അതിനുള്ള ശേഷിയില്ല. ഈ ആലിംഗ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായി പോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർ ഇത്രയും കാലം ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാ. പക്ഷെ കേരളത്തിലെ സമസ്യ എന്നാ കുഴപ്പമെന്നറിയോ ശരി സുനിൽഭായി? അവിടെ ഐക്യമില്ല. ഇവന്മാര് ഇനി ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ പോലും ഈ കേരളത്തിലെ അവന്മാർക്ക് ഒരു അക്കൗണ്ട് തുറക്കുക. അതിനുള്ള മരുന്നാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ ഈ നാണം കെട്ട പണി ചെയ്യുന്നുണ്ടല്ലേ, ഈ വർഗീയത കത്തിക്കാനും വർഗീയത ഉണ്ടാക്കാനും നടക്കുന്നതിന് പകരം ഇവിടെ ഒന്നും ഡെവലപ്മെന്റൽ കാര്യങ്ങളിലേക്ക് അവന്മാര് സംസാരിക്കാത്തത് വരാത്തത്. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു അയിത്ത മനോഭാവമോ അല്ലെങ്കിൽ ഇവരെ ഒന്നുമില്ല. പക്ഷെ കൊള്ളാവുന്ന ഒരു നേതാവ് കേരളത്തിൽ കൊള്ളാവുന്ന ഒരു നേതാവ് ആരാ ഉള്ളേ? സുരേഷ് ഗോപി ആണെങ്കിൽ വട്ട് കളിച്ച് കിടക്കുന്നു. ഇവന് കണ്ടു കഴിഞ്ഞാൽ ഈ ഞാൻ തലയ്ക്ക് അസുഖമുള്ള പിരി പോയ പോലാണ് അയാൾ നടക്കുന്നത്. അത് പണ്ടും അങ്ങനെയല്ലായിരുന്നു, നടനായിരിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അന്നേരം ഈ കിളി പോയി ഇയാൾ സത്യം പറഞ്ഞാൽ ഇവനെ പിടിച്ച് കെട്ടിയിടേണ്ട സൈസ് പണികളാണ് ഇത് കാണിച്ചു കിടക്കുന്നത്. പിന്നെ കൊള്ളാവുന്ന ആരെങ്കിലും വേറെ കാര്യം പറയാം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് BJP അന്ധമായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അത് ഇയാൾ BJP കാരനായോണ്ടല്ല. ഇയാള് എഴുതി കൊടുത്ത ഷാജി കൈലാസിന്റെ ഡയറക്ഷനില് നമ്മുടെ രഞ്ജി പണിക്കരൊക്കെ എഴുതി കൊടുത്ത ആ ഡയലോഗൊക്കെ കണ്ട് ഇംപ്രസ് ആയ ജനങ്ങള് ഈ മണ്ണുണ്ണികളാണ് ഈ ഇതുപോലത്തെ വല്ല കഴിവുള്ള മനുഷ്യനായിരിക്കുന്നോർത്ത്
ഇയാൾ ആ ഈ ഏറും പിടിച്ച് മറ്റേ നടക്കുന്നല്ലാതെ ഇനി ഞാൻ ഇച്ചിരി രാഷ്ട്രീയം പറയാം നമുക്ക് തമ്മില്. അല്ല അതായത് ഇപ്പൊ ബി എനിക്ക് ജെ പി അതിന്റെ ഞാൻ ലൈനിൽ കയറാൻ ഇത് സമയം നമുക്ക് കേൾക്കും. ഡീറ്റെയിൽ പിന്നീട് സംസാരിക്കാം. ഇത് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ നരേന്ദ്രമോദി ഇടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ഇറക്കിയിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യയിലുള്ളതാണ്. ഉം. 5 ലക്ഷം രൂപയുടെ പോളിസി. അത് സാധാരണക്കാരന് എടുക്കാൻ വേണ്ടിയാ. 10-20 രൂപയുടെ ഉള്ളത്. അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് 3 ലക്ഷം രൂപയ്ക്ക് താഴെ, അതായത് ഇൻകം ടാക്സ് അടക്കിയല്ലാത്ത ആൾക്കാർക്ക് അതിന് ആപ്ലിക്കേഷൻ, മിക്കവാറും ആൾക്കാർക്ക് എല്ലാം ഉണ്ട് 5 ലക്ഷം രൂപ. എന്തുകൊണ്ട് കേരളത്തിൽ അത് ലാഘവമാകുന്നില്ല? കേരളത്തിൽ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ കണ്ടതാ ഞാൻ ചോദിക്കുന്ന ഓസ്ട്രേലിയയിൽ ഇത്രേ ഉള്ളൂ, ചെന്ന്. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഈ കിണകൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഇവന്മാർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വിജയിപ്പിച്ചെടുക്കാനും അതാണ് പറ്റുന്നില്ല? ഇവന്മാർ എന്തിനാണ് നടക്കുന്നത് ഈ നേതൃത്വം വിഷയം. ഇവിടെ? അത് ചെയ്യുന്നില്ല, അതാണ് വിഷയം. ഇവന്മാർ ഇവിടെ ഈ വർഗീയത വല്ലതും കത്തിക്കാനുണ്ടോ വല്ലതും ഒന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആളുകളുടെ ജനകീയ ഇഷ്യൂയിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുമായിട്ട് ഇടപെടുകയും ഒരു വികസന കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്ന് ചർച്ചയിലേക്ക് വരാതെ ഇവന്മാര് ശബരിമലയിൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് ആളിക്കത്തിക്കാൻ നോക്കുക, ഏതെങ്കിലും പള്ളിപ്പറമ്പില് ഇവന്മാരുടെ അരമനയെ കൂടെ കയറി നിരങ്ങിയും മെത്രാന്മാരെ ചാക്കിട്ട് വിരട്ടി ED കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വോട്ട് മേടിക്കാൻ നോക്കുക. ഈ പണിയൊക്കെ നിർത്തി വേറെ കളഞ്ഞിട്ട് കാര്യമുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് BJPയുടെ സ്ഥാനത്തിരിക്കുന്നത്, ചെറുപ്പക്കാര്. പക്ഷെ വോട്ടാകുന്നില്ലല്ലോ. അവർക്ക് ദയനീയമായ വോട്ടാവുന്നുണ്ട്. പരാജയം. അതായത് മുൻ വർഷങ്ങളിലേക്ക് കിട്ടിയതിനേക്കാളും എത്രയോ പെർസെന്റേജ് താഴോട്ടാണ് പോകുന്നത്. അതെന്തുകൊണ്ടാ? ഇവന്മാർ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ല, എങ്ങും വേണ്ടാത്ത പാഴിനെ, ഏത് PC ജോർജിനെയും അവന്റെ ആർക്കും വേണ്ടാത്ത മോനെയും ഈ മറ്റേ അമേദ്യം പോലത്തെ സാധനങ്ങളെയൊക്കെ ഇവന്മാർ വാരിക്കൊണ്ട് പാർട്ടിക്കകത്ത് കൊണ്ടിടും. ആളുകൾ ആരും അവരെ അക്സെപ്റ്റ് ചെയ്യുവോ? ഇവരോർക്കുന്നത് ഇവനെയൊക്കെ ഈ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അവര്. ഏതാ ഉള്ള അഡ്രസ്സോടെ ഇല്ലാതെ PC ജോർജിനൊക്കെ ഒരിക്കലും അതാ ഈ അമേദ്യത്തിനേക്കാളും വെറുക്കുന്ന നാറുന്ന സാധനത്തിനൊക്കെ ഇവന്മാർ വാരി എടുത്തിട്ടിട്ട് ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ഒരു നസ്രാണി ഇവനെ അംഗീകരിക്കുവോ? ഇവൻ നസ്രാണിയാന്ന് ഇവനെ അംഗീകരിക്കുവോ? അല്ല ഇവൻ ഉണ്ടെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുവോ? അന്നേരത്തേക്കും ഇത്രയും വൃത്തികെട്ടന്മാര് വന്ന് അടിയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ് ഒന്നാമതേ ചീത്തപ്പേരുണ്ട് പാർട്ടിക്ക്. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള അമേദ്യങ്ങളെയും കൂടെ കൊണ്ട് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഇമേജ് കൂടെ പോകത്തില്ലേ? ശരിയാ സംഭവം. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഗുജറാത്തി മുസ്ലിംസ് ഉണ്ട് BJPക്കാര്. ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ നല്ല ചിത്രങ്ങളില്ലേ, നല്ല വില കൂടിയ ചിത്രങ്ങള്, നല്ല പറയുന്ന വില കൊടുത്ത് ഒരു മേടിക്കും, കൊണ്ട് പാർട്ടി ഓഫീസ് വെക്കും, ഭിത്തിയെ തൂക്കത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. മിടുക്കന്മാരെയൊക്കെ ഇമാര് എങ്ങനെയും പിടിച്ചോണ്ടൊക്കെ പോയിട്ട് അവസാനം പോയവരുടെയൊക്കെ അവസ്ഥ എന്തായി? BJPയിലേക്ക് വന്ന് രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയോ? ഒരാളും ഇല്ല, എന്റെ ഓർമ്മയിലൊന്നും ആരുമില്ല. അതാ പറഞ്ഞു. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ എന്ത് പ്രതീക്ഷിച്ച ആളുകള് ഇതിലേക്ക് വരും? വന്നവരുടെ എല്ലാ അവസ്ഥ എന്താ? ആകെപ്പെടെ ഈ വട്ടുപിടിച്ച സുരേഷ് ഗോപി വന്നു. അത് BJP ഇതുകൊണ്ടല്ല, ഇയാള് നടനായതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ ആളുകളുടെ ഇങ്ങനൊരു രോഗമുള്ളതുകൊണ്ട്. തൃശ്ശൂർ പിന്നെ ഇവന്റെ ദയനീയതയെ കണ്ട് ഇവന്റെ അവിടെ കുറെ ആൾക്കാർക്കൊക്കെ സഹതാപമായി പോയി. അല്ലെന്ന് സഹതാപമായി പോയിന്ന്. അതുപോലെ ഈ എന്താ പറയുന്നേ, മെഴുകുമല്ലായിരുന്നു കിടന്നത്. അവസാനം ആളുകള് ചിലപ്പോ ഇവൻ വല്ല ആത്മഹത്യ ചെയ്ത് കളയുമെന്നും കണ്ട് പേടിച്ചാണ് ഈ പാവങ്ങൾ വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അവന്റെ പാവം കണ്ടോ? മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊച്ചുമോൻ വരുന്ന പോലെയാണ് ഇവൻ നടക്കുന്നത്. അത് പക്ഷെ അത് അയാള് പറയുന്നതൊക്കെ ശരിക്കും വല്ല ഡബിങ് ആണോന്ന് സംശയമുണ്ട്. അതാ പറഞ്ഞേ, ഇവന്റെ കൂടെ മിനിമം 2 പേര് വേണം. ഒന്ന് ഇവൻ രക്ഷപ്പെട്ട എന്നറിയോ? ഒന്ന് ഷാജി കൈലാസ് സംവിധാനം ചെയ്യാനും കൂടെ എപ്പോഴും ഉണ്ടാവണം. ഡയലോഗ് സിറ്റുവേഷൻ അനുസരിച്ച് എഴുതി കൊടുക്കാൻ രഞ്ജിപ്പണി വേണം. അല്ലേ പോയി അതുകൊണ്ടാ ഇനിയൊന്നും ജയിക്കാൻ സാധ്യത കുറവാ. അയ്യോ, ഇനിയും ജയിക്കൂ. ഇനിയും ഇയാളെ ഒറ്റ പ്രാവശ്യം ജയിപ്പിച്ചുകൊണ്ട് ഈ 25 കൊല്ലത്തേക്ക്, അതായത് ഈ തലമുറയുടെ അവരുടെ ബുദ്ധിയിൽ നിന്ന് ഈ സാധനം പോകുന്നത് വരെ നോക്കണ്ട. ഇനി അമ്മാതിരി ഡാമേജ് ഉണ്ടാക്കി വെച്ചത്. ഇതിന്റെ ഒന്ന് ഓർത്തേക്ക്, ഒരു മരുന്നിന് ജയിപ്പിച്ചു വിട്ട ഒരു സാധനം ഇല്ലെന്ന് നടന്ന് വട്ട് കളിക്കുന്നത്. കോലക്കേട് കാണിച്ച് എന്തെങ്കിലും ഒരു സാമാന്യ മനുഷ്യൻ ഒരു ഉളുപ്പെങ്കിലും വേണ്ടേ? ശരിയാ, സംസാരിക്കാൻ രീതി ശരിയാവുന്നില്ല. ഇയാളുടെ മക്കൾക്ക് കുടുംബക്കാർക്കെങ്കിലും പിടിച്ച് ഇയാളെ ഒന്ന് കെട്ടിയിടുവോ അല്ലെ ഉപദേശിക്കുവോ അല്ലെ ഇത് ഇങ്ങനെയൊക്കെ കോലക്കേട് കാണിച്ച ആളുകള് രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിലൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ?
പക്ഷെ പുള്ളി സിനിമയ്ക്കകത്ത് അഭിനയിക്കുമ്പോഴത്തേന് വളരെ നല്ല അത് standard സംവിധായകന്റെ ആയിട്ടാണ് മിടുക്കും സ്ക്രിപ്റ്റ് റൈറ്റർ കഴിവും. അതാണ് ആ കഴിവെന്ന് അതാ പറയുന്നത്. പറഞ്ഞ അന്നേരം അതാ പറഞ്ഞ പുള്ളിയുടെ കൂടെ മിനിമം 2 പേര് വേണം. ഹാജി കൈലാസിനെ പോലുള്ള ഒരു സംവിധായകനും വേണം, ആ രഞ്ജി പണിക്കരും വേണം ഡയലോഗ് എഴുതി കൊടുക്കാൻ. ശരിയാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.